മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന വിചിത്ര മറുപടിയുമായി ദേവസ്വം ബോർഡ്. ഹൈക്കോടതി ഉത്തരവിന്റെ ഈ മറവിലാണ് ദേവസ്വം ബോർഡിന്റെ ഒളിച്ചുകളി. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട പല ചോദ്യങ്ങൾക്കും ദേവസ്വം ബോർഡിന് മറുപടിയില്ല. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, ഈ വിചിത്ര ബോർഡിന്റെ ഒരു വിചിത്രവാദം എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് ഇപ്പോൾ ഈ ഒരു വിചിത്രവാദത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യമെന്ന് മനസ്സിലാകുന്നത്? അശ്വതി, ഈ ദേവസ്വം ബോർഡിന് കീഴിലെ കേരളത്തിലുടനീളം ദേവസ്വം ബോർഡിന് കീഴിലെ ഈ അഴിമതി, കൊള്ള, അതുപോലെ തന്നെ അനധികൃതമായ നിയമനങ്ങൾ ഇവയെല്ലാം പുറത്തു വരുന്നതിനിടയിലാണ് ഈ മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ വിചിത്രമായ ഒരു മറുപടിയും കൂടി പുറത്തു വരുന്നത്. അതായത് ഈ വിവരാവകാശ നിയമപ്രകാരം ഭക്തർ സമർപ്പിച്ച പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് ഇത്തരത്തിൽ മലബാർ ദേവസ്വം ബോർഡ് നൽകിയിട്ടത്. അതായത് ഇത്തരം ചോദ്യങ്ങൾ, വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഇത്തരം വിവരങ്ങൾ കൈമാറാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അതായത് ഇതിന് മറപിടിക്കുന്നത് ഈ ഹൈക്കോടതി മാർച്ച് 2011 നൽകിയിട്ട ഒരു ഉത്തരവിനെ മറപിടിച്ചാണ് ഇത്തരത്തിൽ രേഖകൾ നൽകാൻ കഴിയില്ല എന്നുള്ളൊരു വിവരം ഈ ദേവസ്വം ബോർഡ് നൽകുന്നത്. അതായത് ഈ 30/470/2008 ബി പ്രകാരമാണ് ഇത്തരം വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്ന് ഭക്തരോട് പറയുന്നത്. അതായത് ഈ മലബാർ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രശസ്തമായ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ രേഖകൾ, അതായത് വിവിധ വിവരങ്ങൾ ഭക്തർ വിവരാവകാശ നിയമപ്രകാരം മലബാർ ദേവസ്വം ബോർഡ് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ സമർപ്പിച്ച വിവരാവകാശ രേഖകൾക്കാണ് വിചിത്രമായിട്ടുള്ള ഒരു മറുപടി ദേവസ്വം ബോർഡ് നൽകുന്നത്. അതായത് ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതാണെന്നും ക്ഷേത്രങ്ങളിൽ ലഭ്യമായ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അനുവദിച്ചു നൽകാൻ നിർവാഹമില്ലെന്നുമാണ് ഈ ഭക്തർ നൽകിയ ഈ വിവരാവകാശ രേഖയ്ക്ക് മറുപടിയായി നൽകിയിരിക്കുന്നത്. ഏകദേശം പല ഭക്തരാണ് ഇത്തരത്തിൽ നമുക്ക് ലഭിച്ച വിവരാവകാശ രേഖകളുണ്ട്. ഇതിൽ പല വിഷയങ്ങളുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ വരവ് ചെലവുമായി ബന്ധപ്പെട്ട കണക്കുകളുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥിര നിക്ഷേപം, അത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ബാങ്കിലാണ് ഇത്തരത്തിൽ നിക്ഷേപമുള്ളത്, അതുപോലെ ക്ഷേത്രത്തിലെ സ്ഥിരം അതുപോലെ തന്നെ താൽക്കാലിക നിയമനങ്ങൾ, ഏതൊക്കെ ആളുകൾ, ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുപോലെ ഈ ദൈനംദിന ചെലവുകൾ. ക്ഷേത്രത്തിൽ വലിയ തോതിൽ നടവരവുള്ള ക്ഷേത്രമാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മലപ്പുറം ജില്ലയിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദൈനംദിന ചെലവുകൾ, അതുപോലെ തന്നെ ക്ഷേത്രത്തിന് കീഴിൽ ഒരു ഡയാലിസിസ് സെന്റർ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കാരണം കഴിഞ്ഞ വർഷങ്ങളെല്ലാം എത്ര പേർക്കാണ് ഇവിടുന്ന് ഡയാലിസിസ് നടത്തിയത്, ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്, അങ്ങനെയുള്ള വിവിധ വിവരങ്ങളായിരുന്നു ഈ ഭക്തർ സമർപ്പിച്ച രേഖകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനെല്ലാം കൃത്യമായ മറുപടി ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല. അതുമാത്രമല്ല, അതിന് നൽകുന്ന മറുപടി ഇതാണ്. ഈ ഹൈക്കോടതി 2011 മാർച്ച് 11 ഈ ഹൈക്കോടതി നൽകിയ ഉത്തരവ് പ്രകാരം, ആ ഉത്തരവിന്റെ മറപിടിച്ചുകൊണ്ടാണ് ഈ വിവരങ്ങളെല്ലാം നൽകാൻ സാധിക്കില്ല. അതായത് ഇത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖയ്ക്ക് ഇത് ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതാണ്. ഹൈക്കോടതി വിധി പ്രകാരം ഇത്തരം വിവരങ്ങൾ ഭക്തർക്ക് നൽകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ വിവരാവകാശ രേഖയ്ക്ക് മറുപടിയായി ദേവസ്വം ബോർഡ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കുറേ ദിവസങ്ങളായി നമ്മളെല്ലാം കാണുന്നതാണ്, ഈ മലബാർ ദേവസ്വം ബോർഡ് ആകട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവട്ടെ, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, ഏത് ദേവസ്വം ബോർഡ് ആയാലും കേരളത്തിൽ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൊള്ള, വലിയ തോതിലുള്ള അഴിമതിയുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടക്കാരെ നിയമിക്കലുണ്ട്, അനധികൃതമായ നിയമനങ്ങളുണ്ട്. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളാണ് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഭക്തിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ കൃത്യമായ ഒരു ചുമതല എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അവിടെ ഭക്തർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ. ഈ ഭക്തരാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയേണ്ടത്. എന്നാൽ ഇത് ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ വിവരാവകാശ നിയമപ്രകാരം ഭാരതത്തിലെ ഓരോ പൗരനും ഓരോ രേഖകളും അവകാശപ്പെട്ടതാണ്. അത് പ്രത്യേകിച്ച് ഈ മലബാർ ദേവസ്വം ബോർഡ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥരായ ഒരു ദേവസ്വം ബോർഡാണ്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അത് ഹൈക്കോടതിയുടെ ഉത്തരവിന് മറപിടിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ അധികൃതർ ഉന്നയിക്കുന്ന വാദം എന്താണ്? ഈ രേഖകളൊന്നും തങ്ങൾക്ക് നൽകാൻ കഴിയില്ല. അതിന് പകരമായി ഇവർ എന്ത് വാദമാണ് ഭക്തർക്ക് ഉന്നയിക്കുന്നത്?
അശ്വതി, ഇത് തന്നെയാണ് കാരണം. ഈ 2011 മാർച്ചിൽ നൽകിയിട്ടുള്ള ഈ ഹൈക്കോടതി വിധിയുണ്ട്. ഈ വിധി പ്രകാരം തന്നെയാണ് ഈ ദേവസ്വം ബോർഡ് കാരണങ്ങൾ പറയുന്നത്. കാരണം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അശ്വതി, ഈ ഭക്തരെല്ലാം വിശ്വാസികളെല്ലാം ചോദിച്ചിരുന്നത്. ഈ അനധികൃത നിയമനം, അതുപോലെ തന്നെ ഡയാലിസിസ് സെന്റർ, അതുപോലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പലതിലും അവ്യക്തതയില്ലാത്ത മറുപടി തന്നെയാണ് ഈ ദേവസ്വം ബോർഡ് നൽകുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ക്രോഡീകരിച്ച വിവരങ്ങളില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ഈ ഹൈക്കോടതി വിധി നിയമപ്രകാരം ഈ മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്ഷേത്രങ്ങളിലുണ്ട്. പക്ഷേ അത് ക്ഷേത്രങ്ങളിൽ ചോദിക്കണം. പക്ഷേ അത് അത്തരത്തിൽ വിവരാവകാശം ആ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയില്ല. കാരണം ഈ ഹൈക്കോടതി വിധിയുടെ മറ പിടിച്ചുകൊണ്ട് ഇത് നൽകേണ്ടതില്ല എന്ന ഉത്തരവ് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു മറുപടി തന്നെയാണ് ഈ ദേവസ്വം ബോർഡ് ഭക്തർക്ക് നൽകുന്നത്. അതായത് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങായി ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് മാറുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു മറുപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അശ്വതി.